അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. മരണവാർത്തയാണ്. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കേണ്ടവർക്ക് ഇവിടെ തുടരാം, അല്ലാത്തവർക്ക് ബാക്ക് അടിച്ചു പോകാം. നമ്മൾ മരണവാർത്തകളാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറ്. എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദുആ ലഭിക്കുക എന്ന് മാത്രമാണ്. ഈ ഒരു വാർത്ത കൊണ്ട് വേറൊരു ഉദ്ദേശവും നമുക്കില്ല. ഞാൻ ഇതുപോലെയൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത്, നമ്മുടെ വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, നമ്മളെ അറിയാത്തവര്. അപ്പോൾ പുതുതായിട്ടുള്ള ആളുകൾ കാണുമ്പോൾ അവർ വേറെന്തെങ്കിലും ഉദ്ദേശിച്ചായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. എന്നുവെച്ചാൽ ഇത് ആരും ഒരു കണ്ടന്റായി കരുതണ്ട. മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അത്ര മാത്രമേ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടോ? ഒരു യുവാവ് മരണപ്പെട്ടപ്പോഴുള്ള ഒരു ഫോട്ടോയാണ്. അദ്ദേഹം ആ കണ്ണിലൂടെ ആരെയോ തിരയുകയാണ്. പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ മരണപ്പെട്ടു പോയതാണ് ഈ ഒരു യുവാവ്. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് 2 മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. പൊന്നാനിയിൽ നിന്നും വന്നിരിക്കുന്നത് ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബൈക്ക് അപകടത്തിൽ 2 +2 വിദ്യാർത്ഥികൾ മരണപ്പെട്ടിട്ടുണ്ട് പൊന്നാനിയിൽ വെച്ച്. ദേശീയപാതയിലെ സർവീസ് റോഡിൽ വെച്ചാണ് ഈ മക്കളുടെ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. ആ ഒരു അപകടത്തിലാണ് ഈ 2 മക്കളും മരണപ്പെട്ടു പോയത്. ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നറിയില്ല. മരണപ്പെട്ടുപോയ 2 മക്കൾ പൊന്നാനി പള്ളപ്പുറം മാലിക്കുളം അലിയുടെ മകൻ മുഹമ്മദ് അസ്ലം 19 വയസ്സ്. മറ്റൊന്ന് പൊന്നാനി തട്ടേക്കാനത്ത് ഇബ്രാഹിമിൻ്റെ മകൻ അൻസിഫ്, അതും 19 വയസ്സ് തന്നെ. 2 ചുറുചുറുപ്പുള്ള നല്ല ചെറുപ്പക്കാര് മക്കളാണ് മരണപ്പെട്ടു പോയത്. പ്രിയപ്പെട്ടവരെ, റോഡ് അപകടം കൂടിക്കൂടി വരികയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. 5 നേരവും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. തിങ്കളാഴ്ച രാത്രി 10 മണിക്കായിരുന്നു ഈ അപകടം നടക്കുന്നത്. പൊന്നാനി ബാർലിക്കുളത്തിന് സമീപത്തുള്ള സർവീസ് റോഡിലായിരുന്നു ഈ അപകടം നടന്നത്. കണ്ടു നിന്നവരൊക്കെ തലയിൽ കൈവച്ചു പോയ ഒരു അപകടമായിരുന്നു. എതിർ ദിശയിൽ നിന്നും വന്ന ബൈക്കുകൾ തമ്മിൽ നേർക്ക് നേർ ഇടിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, ധൃതിയിൽ പോകാതിരിക്കുക. ചെറിയൊരു അശ്രദ്ധ മൂലം ഇപ്പോൾ ഇവിടെ എന്തൊക്കെ നഷ്ടപ്പെട്ടു. 2 മക്കളും അവരുടെ കുടുംബങ്ങളുടെ അവസ്ഥ, അവരിനി ഈ ജീവിതകാലം മുഴുവൻ സങ്കടത്തിലായിരിക്കും. പടച്ചറബ്ബ് അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. ഒരുപാട് മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളെ ഞങ്ങൾ കണ്ടതാണ്. അവരുടെ മനസ്സറിഞ്ഞ് നമ്മൾ സംസാരിച്ചതാണ്. ചില മാതാപിതാക്കളുടെയൊക്കെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലാണ്. അതൊക്കെ നമ്മൾ അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്. ഈ ബൈക്കുകൾ തമ്മിൽ നേർക്ക് നേർ ഇടിക്കണമെങ്കിൽ അത്രക്ക് സ്പീഡിലായിരിക്കും അവർ വരുന്നുണ്ടാവുക. അല്ലാഹു അല പടച്ചറബ്ബിന് മാത്രം അറിയാം. നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെയായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ടത്. ആ ഒരു വേദന എനിക്ക് ഇന്നും മാറിയിട്ടില്ല. ഇന്നും അവൻ മരിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ മാതാപിതാക്കളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും അവസ്ഥ എന്തായിരിക്കും? അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ ഒരു ചെറിയൊരു അശ്രദ്ധ വലിയൊരു ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കുക. സമാധാനത്തിൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ സമാധാനത്തിലായിരിക്കണം, ശ്രദ്ധയിലായിരിക്കണം. അത് തന്നെയാണ് നമ്മുടെ മതവും നമ്മളെ പഠിപ്പിക്കുന്നത്. സമാധാനപരമായ ഒരു മതമാണ് ഇസ്ലാം മതം. ഈ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചതും ഈ 2 മക്കളും അതിഗുരുതരാവസ്ഥയിലായിരുന്നു. ഇരുവരെയും ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും അവർ 2 പേരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. പടച്ചറബിലേക്ക് മടങ്ങി. 2 മക്കളും +2 വിദ്യാർത്ഥികൾ. ചെറുതിലേ ഉള്ള കൂട്ടുകാരായിരിക്കാം. ഒന്നിച്ച് കളിച്ച് വളർന്ന് ഒന്നിച്ച് തന്നെ അവർ യാത്രയായി. പടച്ചറബ് അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് ഖബർ വിശാലമാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. പടച്ചറബ്ബേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ അല്ലാ. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ അല്ലാ. മക്കൾ മരണപ്പെട്ടാലുള്ള മാതാപിതാക്കളുടെ അവസ്ഥ ഞങ്ങൾക്കറിയാവുന്നതാണ് റബ്ബേ. അവർക്ക് നീ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ റബ്ബേ. ഞാൻ പറഞ്ഞ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു വ്യക്തിയുടെ മരണം ശരിക്കും എവിടെയൊക്കെ നോക്കുകയാണ്. ആ കണ്ണുകൾ ആരെയോ തിരിയുകയാണ്. ഇത് സംഭവം മറ്റൊന്നുമല്ല, 2 ബോട്ടുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട യുവാവിൻ്റെ ഫോട്ടോയാണിത്. കണ്ണും മിഴിച്ച് ആരെയോ തിരയുകയാണ് ആ കണ്ണുകൾ. ആരെയുമല്ല, പ്രിയതമയെ, തൻ്റെ പ്രിയതമയെ തിരയുകയാണ്. ഇത്ര വലിയൊരു അപകടം സംഭവിച്ചിട്ടും ആ കണ്ണുകളിൽ ഒരു സങ്കടമില്ല, ആ കണ്ണുകളിൽ ഒരു കണ്ണുനീരില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഗർഭിണിയായ ഭാര്യയും കൊണ്ട്
ചെറിയൊരു ബോട്ടിൽ യാത്ര ചെയ്യുകയായിരുന്നു ഈ ഒരു ദമ്പതികൾ. ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അപ്പോഴായിരുന്നു ഇവർ സഞ്ചരിച്ച ബോട്ട് മറ്റൊരു ബോട്ടുമായി കൂട്ടിയിടിച്ചത്. പക്ഷേ ഇദ്ദേഹം ബോട്ട് ഇടിക്കുന്നതിന് മുമ്പേ പൂർണ്ണ ഗർഭിണിയായ തൻ്റെ ഭാര്യയെ തള്ളി മാറ്റി രക്ഷപ്പെടുത്തുകയായിരുന്നു. അതിനിടയിൽ ഇയാളായിരുന്നു അതിൽ കുടുങ്ങിപ്പോയത്. അപ്പോൾ ഈ രണ്ട് ബോട്ടിനിടയിലും അരയ്ക്ക് കീപ്പോട്ട് ചതഞ്ഞരഞ്ഞു പോയതിനാലാണ് ഈ ഒരു യുവാവിന് മരണം സംഭവിച്ചത്. തൻ്റെ അരയ്ക്ക് താഴോട്ട് ചതഞ്ഞരഞ്ഞിട്ടും ആ മനുഷ്യൻ്റെ കണ്ണിൽ ഒരു കണ്ണുനീര് പോലും വന്നില്ല. കണ്ണു മിഴിച്ച് നോക്കുകയായിരുന്നു. തൻ്റെ ഭാര്യയെയും പിറക്കാൻ പോകുന്ന കുഞ്ഞിനെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്ന ഉത്തമ ബോധ്യമായിരിക്കും ആ കണ്ണുകളിൽ. ആ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് പോലും പൊഴിയാതെ തുറന്ന കണ്ണുകളോടെയാണ് അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. പടച്ച റബ്ബ് അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യും. മരണപ്പെട്ടുപോയ ഈ രണ്ട് മക്കൾക്കും ആ മക്കളുടെ കുടുംബത്തിനും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. പടച്ച റബ്ബ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.